ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കറികളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അളവിലും എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൂരിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ചൂടുവെള്ളം ഒന്നുമല്ല കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിയിലും ചെയ്യാം. മൈദയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ബട്ടറോ നെയ്യോ വേണം കേട്ടോ, ഓയിൽ എടുക്കരുത്, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ പാപ്രിക്ക പൗഡറാണ്. പാപ്രിക്ക പൗഡർ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താലും മതി. ഇനി മുളക് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പുള്ള ബട്ടറായത് കാരണം ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നിങ്ങൾക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാം. ഞാനിത് 2 ആയിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. 2 ഭാഗമായിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സാധാരണ പൊടിയിട്ടിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് നന്നായിട്ട് കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. കോയിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. കൈ വെച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് പരന്ന് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ 2 എണ്ണത്തിനുള്ളത് മതി. അപ്പോൾ നമുക്ക് പകുതി ഒന്നിലായിട്ട് അങ്ങനെ തേച്ചിട്ട് നന്നായിട്ട് ആ ഒരു മസാല തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളകൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടോ. അപ്പോൾ നന്നായിട്ട് തേച്ചതിന് ശേഷം നമുക്കൊരു കത്തിയോ കട്ടറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീതി ഒരുപോലെ ആവണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനൊരു പാകത്തിന് അങ്ങോട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് ഇതുപോലെ ചുരുട്ടിയിട്ട് ഒന്നൊന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. വളരെ ഈസിയാണ് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഓരോ പീസും ചുരുട്ടിയത് നമ്മൾ അടുത്ത പീസിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ സൈഡ് ഇങ്ങനെ ഇത് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചുരുട്ടി എടുക്കുന്ന സമയത്ത് ചുരുട്ടഴിഞ്ഞ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഓരോ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാട്ടോ. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണമായിട്ട് ചെയ്യാം. അങ്ങനെ ഇത്രയും വലിപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് ഒന്നായിട്ട് തന്നെയാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും പരത്തിയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ 2 ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. പൊറോട്ടയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ പരത്തിയതിന് ശേഷം നമ്മളിത് ചൂടായിട്ടുള്ള ഫ്രൈ പാനിലോ തവയിലോ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് ഓയിലിൻ്റെ നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ആ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ മാത്രമാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഒരുപാട് ഓയിലോ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ബട്ടറോ നെയ്യോ ആണെങ്കിലാണ് നമുക്ക് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഓയിലാകുമ്പോൾ അത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും നല്ല പോലെ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിലും മൊരിയിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നമുക്ക് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ലെയറൊക്കെ കറക്റ്റായിട്ട് തന്നെ വിട്ട് വരും. അപ്പോൾ 2 ഭാഗം നല്ല പോലെ ആയതിനു ശേഷം നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ മറ്റേതും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ചൂടുള്ള ചായയുടെ കൂടെ ചൂടോടുകൂടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.